തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാം പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ റെയിൽവേ പോലീസും കേരള പോലീസും സംയുക്തമായി പരിശോധന നടത്തുന്നതിനിടയിലാണ് പ്ലാസ്റ്റിക്കിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ഏകദേശം 8 ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെ തെക്കേയറ്റത്തുള്ള എക്സ്കലേറ്ററിന് സമീപമാണ് പ്ലാസ്റ്റിക് സഞ്ചിയിൽ സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തിയത്. ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. സമീപത്തൊന്നും ഉടമസ്ഥരെന്ന് തോന്നുന്ന ആരുമില്ലായിരുന്നു. ഉച്ചയോടെ ധൻബാദ് എക്സ്പ്രസ് വന്നു പോയതിനു ശേഷമായിരുന്നു സംയുക്ത പരിശോധനയിൽ റെയിൽവേ പോലീസും കേരള പോലീസും കഞ്ചാവ് കണ്ടെത്തിയത്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തുന്നത്. വിൽപ്പന ആവശ്യത്തിനായി കേരളത്തിലേക്ക് എത്തിച്ച കഞ്ചാവാണിതെന്നും പോലീസിനെ കണ്ട പ്രതികൾ രക്ഷപ്പെട്ടതാവാമെന്നുമാണ് കരുതുന്നതെന്നും പോലീസ് പറഞ്ഞു. പിടിച്ചെടുത്ത കഞ്ചാവ് നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. 12:25 മണിയോടെ നമ്മൾ കേരള റെയിൽവേ പോലീസും അതുപോലെ RPFും ചേർന്ന് സംയുക്തമായിട്ട് പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ എസ്കലേറ്ററിൻ്റെ അടുത്ത് വേസ്റ്റേക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു 2 ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടപ്പെട്ട് അത് നമ്മൾ എടുത്ത് നോക്കിയതിൽ അതിനകത്ത് കഞ്ചാവാണെന്ന് കണ്ട് 7 പൊതികളിലായിട്ട് പൊതിഞ്ഞു വെച്ച കഞ്ചാവാണെന്ന് കണ്ട് നമ്മളത് മാസ്റ്റർപ്രകാരം ബന്ധപ്പെടുക്കാനുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 9 കിലോ 905 ഗ്രാം